സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് CPIയുടെ നേതൃയോഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം അവർ നടത്തുകയുണ്ടായി. ആ നടത്തുന്ന സമയത്ത് അവരെടുത്തൊരു നിലപാട് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഇനി ഈ പറയുന്ന പിണറായി വിജയൻ ഈ പാർട്ടിയിൽ വേണ്ട, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തണ്ട. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനവികാരം വ്രണപ്പെട്ടത് പിണറായി വിജയന്റെ ഈ പറയുന്ന നടപടികൾ മൂലം പിണറായി വിജയന്റെ ഈ പറയുന്ന ധാർഷ്ട്യം മൂലമൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും മെഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പിണറായി വിജയന്റെ ഈ പറയുന്ന സ്വഭാവം കാരണം ഇനിയും നമ്മുടെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും നമ്മുടെ പാർട്ടിയിൽ ഇരുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേതൃയോഗം തീരുമാനിക്കുകയും പിണറായി വിജയനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാക്കി ഇരുത്തും എന്നുള്ളൊരു ചിന്താഗതി ആർക്കും വേണ്ട എന്നുള്ളൊരു താക്കീതുമായിട്ടൊക്കെയാണ് നേതൃയോഗം വന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, എനിക്ക് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ അങ്ങനെ ഇരിക്കാനും പോകുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞതാണ്. എന്നാൽ ചില ആളുകൾ അയാൾ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അയാൾ അങ്ങനെ ഇരിക്കാമെന്നൊക്കെ സമ്മതിക്കുകയുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഒരു കാര്യമായിട്ട് ഈ നേതൃയോഗത്തിൽ പിണറായി വിജയനെതിരെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടൊക്കെ മുന്നിലേക്ക് വരികയുണ്ടായി. പാർട്ടിയിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം തോറ്റതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവർക്ക് ഇണങ്ങുന്ന ഒരു രീതിയല്ല അത്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, പിണറായി വിജയൻ സഖാവ് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതലത്തിൽ മെഴുകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്രയും കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരു വേറെ നേതാവ് ആരുണ്ട് ഈ പറയുന്ന LDFിൽ അല്ലെങ്കിൽ DYFിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ? ഒരാളുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ M സ്വരാജിനെ പോലുള്ള ആളുകളെ വേണമെങ്കിൽ പറയാം. പക്ഷേ പിണറായി വിജയനെ പോലെ ഇത്രയും ഒരു കർക്കശമായിട്ടുള്ളൊരു സ്വഭാവമുള്ള ആ ഒരു കർക്കശ സ്വഭാവം കൊണ്ട് തന്നെയാണ് അയാൾ പുറത്തായെന്നും വേണമെങ്കിൽ ചില ആളുകൾ പറയും കേട്ടോ. ഈ കർക്കശ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് സംഘികൾ ഒരു പരിധി വരെ കേരളത്തിലേക്ക് കടന്നു കയറാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. വേണമെങ്കിലെന്നല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യവും. അതായത് സംഘികളുടെ കടന്നുകയറ്റത്തിന് ഒരു പരിധി വരെ തടയിടാൻ സാധിച്ചത് പിണറായി വിജയന്റെ ഈ പറയുന്ന കർക്കശ സ്വഭാവവും ഈ പിടിവാശിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന്റെ പ്രധാന കാരണക്കാരൻ ആ ഒരു മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാത്രം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന പ്രവണത അത്ര നല്ലതല്ല. അപ്പോൾ ഇതിന് പിണറായി വിജയൻ കുറച്ച് കാര്യങ്ങൾ മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മൗനം വെടിഞ്ഞ് മറുപടി നൽകിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. LDFിന് ഇതൊരു അവസാനമല്ല, ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ പിണറായി വിജയൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പോസ്റ്റുകൾ നിങ്ങളെ കൂടുതലായിട്ട് കാണിക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആരായിരുന്നു പിണറായി വിജയൻ അല്ലെങ്കിൽ എന്തായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് ചാണ്ടി ഉമ്മൻ പറയുന്നൊരു കാര്യമുണ്ട്. ചാണ്ടി ഉമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ടതാണല്ലേ. അതായത് ഈ പറയുന്ന പിണറായി വിജയൻ സഖാവ് വൃത്തികെട്ടവനാണ്, മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞ അതേ ചാണ്ടി ഉമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം അമൃത TVയിൽ ആനിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു, ഈ സൈഡിൽ നോക്കിക്കോ. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരായി പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ടിരിക്കുന്നു. കണ്ടില്ലേ, ചാണ്ടി ഉമ്മൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അതായത് എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ പിണറായി വിജയൻ സഖാവിൻ്റെ ആ ഒരു സമീപനം എനിക്ക് ഒരുപാട് അനിവാര്യമായിരുന്നു, ആ ഒരു സമീപനം എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ തന്നു എന്നാണ് പറയുന്നത്. എവിടെ എങ്ങനെ ഏത് രീതിയിൽ പറയണമെന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ. അല്ലാതെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന പോലെ വലിയ കർക്കശ സ്വഭാവമുള്ള, പിടിവാശിയുള്ള, വാശിയുള്ള ഒരു ഭരണാധികാരി ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരാൾ എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ചിന്താഗതിക്കാരനൊന്നും അല്ല. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കൊങ്ങികളും സംഖ്യകളും ഒക്കെയാണ്. അല്ലാതെ പിണറായി വിജയനെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കുട്ടികളുടെ മുൻപിലൊക്കെ പോയി ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിണറായി വിജയൻ, ആരുടെ മുൻപിൽ ചിരിക്കില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ കുട്ടികളുടെ മുൻപിൽ ചിരിച്ചും, ചിരിക്കേണ്ട ആളുകളുടെയൊക്കെ മുൻപിൽ ചിരിച്ചും, തല കുനിക്കേണ്ടടുത്ത് തല കുനിച്ചും, എന്നാൽ അടിമയാക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ നെഞ്ചും വിരിച്ചു എന്ന് ഇവിടെ ഞാനുണ്ട്, ഒരുത്തനും ഇതിന് മുതിരണ്ട എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാന മുഖ്യമന്ത്രി, തെലുങ്കൻ, വന്ന് ഡാഷ് മോനെ ഈ പറയുന്ന പിണറായി വിജയ എന്ന് വിളിച്ച സമയത്ത് നീ പോ ഡാഷ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് മറുപടി കൊടുത്തതാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ്. മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചതെങ്കിൽ ഡാഷ് മോനെ രേവന്ത് എന്നാണ് പിണറായി വിജയൻ സഖാവ് മറുപടി കൊടുത്തത്. അപ്പൊ അങ്ങനെ തിരിച്ച് മറുപടി കൊടുക്കാൻ ഇത്രയും ചങ്കൂറ്റമുള്ള ഒരാൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് മാത്രമേ ഉള്ളൂ.
അതായത് നേരത്തെ ഒരു പോസ്റ്റ് പറയുകയുണ്ടായി, സംഘികളുടെ മെഴുകലുകൾക്ക് കേരളത്തിലേക്കോ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു വിശകലനം വന്ന സമയത്ത് 3 മുഖ്യമന്ത്രിയാണ് നട്ടലുള്ള മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വാർത്ത വന്നത്. അതായത് ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷാ വലയം തീർത്ത 3 മുഖ്യമന്ത്രിമാർ. 1 മമതയാണ്, 2 സ്റ്റാലിനാണ്, 3 പിണറായി വിജയനാണ്. ഈ ഒരു പേരിൻ്റെ ഒപ്പം പിണറായി വിജയൻ സഖാവിൻ്റെ പേര് വായിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല. അതൊരു അമ്മാതിരി തൊലിക്കെട്ട് തന്നെയാണ്. അതെന്തായാലും അയാൾക്കുണ്ട്. അപ്പോൾ പിണറായി വിജയൻ സഖാവ് ഇതിന് പിന്നാലെ ഒരുപാട് ആളുകളുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മറുപടി എന്താണെന്നുള്ളൊരു പോസ്റ്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇന്ന് വന്നിരിക്കുന്നൊരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിൽ LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 3-ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFിനൊപ്പം ഉറച്ചു നിന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു വന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹിക സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് LDFിൻ്റെ ലക്ഷ്യം. കേരളത്തിൻ്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFിൻ്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റിലുടനീളം വികസനങ്ങളെ പറ്റിയാണ് മുഖ്യമന്ത്രി പറയുന്നത്, അല്ലെ പിണറായി വിജയൻ പറയുന്നത്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഇവിടെ ഇന്നിപ്പോൾ ഇരിക്കുന്ന ആളുകൾ, ഇന്ന് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾ, ഇനി ഭരണത്തിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്താണ് പറയുന്നത്? അവരെന്താണ് പറയുന്നത്? അവർ മതമാണ് പറയുന്നത്. മതം പറഞ്ഞും ജാതീയത പറഞ്ഞും വോട്ട് നേടുന്ന ആളുകൾ ഇവിടെ ഞങ്ങൾ മനുഷ്യനെ പറ്റിയാണ് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളുകളും അത് തന്നെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും ജനങ്ങൾക്ക് നല്ല തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വരട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടതുകൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. KR മീര എന്ന് പറയുന്ന എഴുത്തുകാരി, പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ നിരീക്ഷണത്തിലും അനുഭവത്തിലും കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ശ്രീ പിണറായി വിജയനോളം കാര്യപ്രാപ്തിയും ചുമതലാബോധവും പ്രകടിപ്പിച്ച മറ്റൊരു മുഖ്യമന്ത്രിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കവിയത്രി അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരി പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പിണറായി വിജയൻ സഖാവ് തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. തോൽവി വിജയം എന്നൊക്കെ പറയുന്നത് രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 അറ്റം അല്ല 2 വശങ്ങളാണ്. ഇന്ന് തോക്കുന്നവർ നാളെയും തോറ്റിരിക്കുമെന്നൊന്നുമില്ല. നാളെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തോൽവി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയോ അതോ ഇനിയും എന്തെങ്കിലും അട്ടിമറികൾ നടന്നോ എന്നുള്ളതൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവവും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോയതെന്നൊക്കെ മനസ്സിലാവും. എന്തായാലും അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിക്ക് ഈ നാട്ടിൽ വേരോടിക്കാൻ ഒരു അവസരം കൊടുക്കരുതെന്ന് വിചാരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പ്രതിപക്ഷമായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് വരാൻ പോകുന്ന ഒരു ടീം തന്നെയാണ് ഈ പറയുന്ന LDF. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വിയർക്കാൻ പോകുന്ന ആർക്കാണെന്ന് നമുക്ക് നന്നായി കണ്ടറിയാം. അപ്പോൾ ഈ പറയുന്ന വികസനങ്ങളെ ഒന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് വികസനങ്ങൾ പിണറായി വിജയൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മെഴുകാൻ ശ്രമിക്കുന്ന ആളുകൾ ഏത് വാർത്ത കാണുന്നതാണോ ഏത് വീഡിയോസ് കാണുന്നതാണെന്ന് എനിക്ക് എന്തായാലും അറിയില്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് നമ്മളെല്ലാവരും പറയണം. മനുഷ്യൻ്റെ സ്വഭാവം അത് തന്നെയല്ലേ. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം. മനുഷ്യനും നല്ല ഏതൊരു ജീവിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ഇവിടെ മാറി നിന്നുകൊണ്ട് എന്തോ അധികാരമോഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് കുറ്റം പറയുക എന്ന് പറയുന്നൊരു പ്രവണത ഇത്രയും നാളും നാടിനെ നയിച്ച, ഇത്രയും നാളും സർക്കാരിനെ നയിച്ച ആ ഒരു നല്ലൊരു മനുഷ്യനെ പറ്റി ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല.
കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും അറിയാം അയാൾ ധാർഷ്ട്യക്കാരനായിരുന്നോ, കർക്കശക്കാരനായിരുന്നോ, എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ ധാർഷ്ട്യം കാണിച്ചത്, എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസ്സിലെ പല ആളുകളും എഴുതുന്നത് ഞങ്ങൾ കല്ലിട്ടത് കൊണ്ടാണ് അവർ ചെയ്തതെന്നാണ്. ആ ഇട്ട കല്ല് ഗ്രൗണ്ടിലൊക്കെ എപ്പോഴും അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ആ കല്ലിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഇതൊക്കെ നടന്നതെങ്കിൽ ആ കല്ലിനെ ഒരു പൂജാ കേന്ദ്രമാക്കി, ആ കല്ലിരിക്കുന്നത് ഒരു പൂജാ കേന്ദ്രമാക്കി മാറ്റേണ്ടി വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇനി സംഘികളോടൊപ്പം സഖ്യം ചേർന്നിട്ട് വേണമെങ്കിൽ ആ കളികളൊക്കെ ഇവർ കളിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ എന്തൊക്കെ മെഴുകിയെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇമ്പാക്റ്റ് കൊണ്ട്, അല്ലെ അയാളുടെ ഇരിപ്പ് കൊണ്ട്, അല്ലെ അയാൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇനി അതിന് പുതിയ മെഴുകലുകളുടെ ആവശ്യം വേണ്ട, അല്ല ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.